അനിശ്ചിതത്വം പരിഹാരത്തിലേക്ക്. പോലീസ് നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നിർത്തിവെച്ചെങ്കിലും രാവിലെ 6:40 വെടിക്കെട്ട് നടത്തുമെന്ന് പാറമേക്കാവ് വിഭാഗം അറിയിക്കുകയായിരുന്നു. മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയിലാണ് തർക്കത്തിൽ പരിഹാരമുണ്ടായത്. 15 മിനിറ്റ് വ്യത്യാസത്തിൽ വെടിക്കെട്ട് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. പാറമേക്കാവ് വെടിക്കെട്ട് നടത്തിയ ശേഷമാകും തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നടത്തുക. രാവിലെ തന്നെ ഇരുവിഭാഗവും വെടിക്കെട്ട് നടത്തും. പാറമേക്കാവ് വെടിക്കെട്ട് പൂർത്തിയാക്കി 15 മിനിറ്റിന് ശേഷമാകും തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നടത്തുന്നത്. ജില്ലാ കളക്ടറും പോലീസ് മേധാവിയുമായും ചർച്ച ചെയ്ത ശേഷം പിന്നീട് വെടിക്കെട്ട് നടത്തുമെന്നാണ് തിരുവമ്പാടി വിഭാഗം ആദ്യം അറിയിച്ചത്. മന്ത്രി ഇടപെട്ട് ചർച്ച നടത്തിയതോടെയാണ് രാവിലെ തന്നെ വെടിക്കെട്ട് നടത്താമെന്ന തീരുമാനത്തിലേക്ക് തിരുവമ്പാടി വിഭാഗം എത്തിയത്. പോലീസ് നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചാണ് തിരുവമ്പാടി വിഭാഗം തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് നിർത്തിവെച്ചത്. വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലീസ് ആളുകളെ തടഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത്. ഇതോടെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി പ്രതിഷേധിക്കുകയായിരുന്നു. വെടിക്കെട്ടിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ 3 മണിക്കൂറോളം വേണ്ടിവരുമെന്നതിനാൽ ഇന്ന് പുലർച്ചെ വെടിക്കെട്ട് നടത്താനാകില്ലെന്ന നിലപാട് തിരുവമ്പാടി വിഭാഗം എടുക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചകഴിഞ്ഞ് വെടിക്കെട്ട് നടത്താനാണ് തിരുവമ്പാടി തീരുമാനമെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. പോലീസ് മേധാവിമാരും ജില്ലാ കളക്ടറുമായിട്ടും സംസാരിച്ച് വെടിക്കെട്ട് നടത്തുമെന്ന് തിരുവമ്പാടി വിഭാഗം അറിയിച്ചു. വെടിക്കെട്ട് ഉപേക്ഷിക്കില്ലെന്നും എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് സുഗമമായ രീതിയിൽ വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിരുവമ്പാടി വിഭാഗം അറിയിച്ചിരുന്നു. അമിതമായ നിയന്ത്രണമാണ് പോലീസ് നടത്തുന്നതെന്നും വെടിക്കെട്ടിന് സഹായം നൽകുന്ന ആളുകളെ പോലും സമീപത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും തിരുവമ്പാടി വിഭാഗം ആരോപിച്ചിരുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇക്കുറി അരങ്ങേറിയത് 3500ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷയിലായിരിക്കുമെന്ന് ആദ്യമേ വാർത്തകൾ പുറത്തു വന്നിരുന്നു. 30 ഡിവൈഎസ്പിമാരെയും 60ഓളം CIമാരെയും 300 സബ് ഇൻസ്പെക്ടർമാരെയും 3000ഓളം സിവിൽ പോലീസ് ഓഫീസർമാരെയും പൂരനഗരിയിൽ വിന്യസിക്കുകയായിരുന്നു. കൂടാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 200ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അണിനിരന്നിരുന്നു. എക്സിബിഷൻ, ട്രാഫിക് റെഗുലേഷൻ, പാറമേക്കാവ് പൂരം, തിരുവമ്പാടി പൂരം, ചെറുപൂരങ്ങൾ, കുടമാറ്റം, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം എന്നീ പ്രധാന ചടങ്ങുകളിലാണ് കൂടുതൽ സുരക്ഷ വിന്യസിച്ചിരുന്നത്. കൂടാതെ സ്ട്രൈക്കർ, പിക്കറ്റ്, പെട്രോളിംഗ് എന്നിവയ്ക്ക് പുറമെ കൺട്രോൾ റൂം, മിനി കൺട്രോൾ റൂം എന്നിവിടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഷാഡോ പോലീസ്, തണ്ടർബോൾട്ട്, NDRF എന്നീ സുരക്ഷാ സന്നാഹങ്ങളും പൂരനഗരിയിൽ സജ്ജമായിരുന്നു. പൂരനഗരിക്ക് 3 കിലോമീറ്ററിനുള്ളിൽ ഡ്രോൺ പറത്തുന്നത് കണ്ടെത്തി നിർവീര്യമാക്കുന്നതിനുള്ള ആന്റി ഡ്രോൺ സിസ്റ്റവും മൊബൈൽ ബാഗേജ് സ്കാനർ വിഭാഗവും നഗരത്തിലും പരിസരങ്ങളിലുമായി നിലയുറപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടത്തുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചതോടെയാണ് തർക്കം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇതോടെ നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റ് അണച്ച് തിരുവമ്പാടി ദേവസ്വം ശക്തമായി പ്രതിഷേധിക്കുകയായിരുന്നു. തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും തിരുവമ്പാടി വിഭാഗവുമായി ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുകയായിരുന്നു. തിരുവമ്പാടി വിഭാഗം എതിർപ്പ് ശക്തമാക്കിയെങ്കിലും വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പാറമേക്കാവ് അറിയിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ആരംഭിക്കേണ്ട വെടിക്കെട്ടാണ് വൈകിയത്. വെടിക്കെട്ട് കാണാനെത്തിയ ആയിരക്കണക്കിന് പൂരപ്രേമികളെ നിരാശരാക്കുന്ന ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് തിരുവമ്പാടി വിഭാഗം പറഞ്ഞത്. വെടിക്കെട്ടിന് പോലീസ് അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാരോപിച്ചാണ് തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ട് നിർത്തിവെച്ചത്. മന്ത്രി ഇടപെട്ടതോടെയാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിസന്ധി പിന്നീട് ഒഴിവായത്. ഹൈക്കോടതിയുടെ ശക്തമായ നിർദ്ദേശങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയത്. ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകില്ലെന്ന് ആഘോഷ കമ്മിറ്റിക്കും ഭരണസമിതിക്കും ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. ചരിത്രപ്രസിദ്ധമായ മടത്തിൽ വരവ് നിർത്തിവെക്കേണ്ടി വന്നത് ഏറെ ദുഃഖത്തിനുള്ള കാര്യമായെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് മടത്തിൽ വരവ് നിർത്തിവെച്ചത്.